നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. കയ്യേറ്റത്തിൽ നടപടി. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് CPM. സ്ഥലത്തെത്തിയ സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനുമായി പ്രാദേശിക നേതാക്കളുടെ വാക്കേറ്റം. നടപടിക്കെതിരെ വെല്ലുവിളി ഉയർത്തി നേതാക്കൾ. കയ്യേറ്റം ഒഴിപ്പിച്ചേ മടങ്ങൂ എന്ന് സബ് കളക്ടർ. മൂന്നാർ സംഭവം ചീഫ് സെക്രട്ടറിയെ അറിയിച്ചെന്ന് വെങ്കിട്ടരാമൻ. സർക്കാർ നടപടി തടസ്സപ്പെടുത്തിയവർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. കയ്യേറ്റം ഒഴിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ സഹായം തേടി റവന്യൂ മന്ത്രി. ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ആവശ്യം. കയ്യേറ്റം ഒഴിപ്പിക്കാൻ സഹായം നൽകാത്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. ജാമ്യം നിഷേധിച്ച് കോടതി. മുൻ മന്ത്രി AK ശശീന്ദ്രനെതിരായ ഫോൺ ഗിണി കേസിൽ 1ഉം 2ഉം പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച് ഹൈക്കോടതി. കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന 3 മാധ്യമപ്രവർത്തകർക്ക് ജാമ്യം. 6 മുതൽ 9 വരെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചും ഹൈക്കോടതി ഉത്തരവ്. 1ഉം 2ഉം പ്രതികളായ ചാനൽ CEO അജിത് കുമാറിനും റിപ്പോർട്ടർ ജയചന്ദ്രനും ജാമ്യം അനുവദിക്കാത്തത് ഫോൺ രേഖകൾ കണ്ടെത്താനാകാത്തതിനാലെന്ന് കോടതി. എഡിറ്റ് ചെയ്യാത്ത ഫോൺ രേഖ എത്രയും വേഗം കണ്ടെത്തണമെന്നും പോലീസിന് കോടതി നിർദ്ദേശം. സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. ജിഷ്ണു കേസിൽ സംസ്ഥാന സർക്കാർ വീണ്ടും സുപ്രീം കോടതിയിലേക്ക്. പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകും. കേസിൽ പ്രോസിക്യൂഷന് തുല്യ നീതി കിട്ടിയില്ലെന്നും സർക്കാർ. നിലപാട് ജിഷ്ണുവിന്റെ മരണത്തിൽ ആരോപണം നേരിടുന്ന മുഴുവൻ പ്രതികൾക്കും ജാമ്യം ലഭിച്ചതോടെ. അതേസമയം ജിഷ്ണു കേസിലെ സമരത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് തള്ളി മഹിജ. സഹോദരൻ ശ്രീജിത്ത് ഗൂഢാലോചന നടത്തിയെന്ന വാദം ശരിയല്ല. അക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയെന്നും മഹിജയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയെ കാണാൻ മഹിജയ്ക്ക് ശനിയാഴ്ച രാവിലെ സമയം അനുവദിച്ചെങ്കിലും അതിനുള്ള സാധ്യത കുറവെന്ന് സൂചന. അനാരോഗ്യം കാരണം മഹിജയ്ക്ക് യാത്ര ചെയ്യാനാവില്ലെന്ന് സഹോദരൻ ശ്രീജിത്ത്. കൂടിക്കാഴ്ച ഒഴിവാക്കുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടുള്ള വിയോജിപ്പെന്നും റിപ്പോർട്ട്. കൊലയാളിയുടെ തിരക്കഥ. തലസ്ഥാനത്തെ കൂട്ടക്കൊലപാതകത്തിൽ മൊഴികൾ മാറ്റി പോലീസിനെ കുഴപ്പിച്ച് കൊലയാളി കേടൽ. അച്ഛനമ്മമാർ ഉൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്തിയത് കടുത്ത വൈരാഗ്യം കാരണമെന്ന് പുതിയ മൊഴി. കൊലയ്ക്കു കാരണം കുടുംബത്തിൽ നിന്നുള്ള അവഗണനയെന്നും ചോദ്യം ചെയ്യലിൽ കേടൽ ജിൻസൺ രാജ. പിടിയിലായ ആദ്യ ദിനം കേടൽ പറഞ്ഞത് സാത്താൻ സേവ നടത്തിയിരുന്ന തന്റെ ആത്മാവാണ് കൊല നടത്തിയതെന്ന്. ഇന്നലെ മൊഴി മാറ്റിയെങ്കിലും 10 വർഷമായി ദുർമന്ത്രവാദത്തിലെ ആസ്ട്രൽ പ്രൊജക്ഷൻ രീതി പരിശീലിക്കാറുണ്ടായിരുന്നുവെന്നും കേടൽ. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കാനുള്ള ക്രിയയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. അച്ഛനമ്മമാരെയും സഹോദരിയെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് മാസങ്ങൾക്ക് മുമ്പെന്ന് വെളിപ്പെടുത്തൽ. പിഴവില്ലാതെ പദ്ധതി നടപ്പിലാക്കിയത് ദീർഘമായ തയ്യാറെടുപ്പുകൾക്ക് ശേഷം. ഒന്നിനും കൊള്ളാത്തവനെന്ന കുറ്റപ്പെടുത്തൽ തന്നിലെ വൈരാഗ്യം ആളിക്കത്തിച്ചെന്നും കേടലിന്റെ വിശദീകരണം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dubai Gold and Diamonds, India, UAE, Oman, Bahrain. സ്വർണം ഗ്രാമിന് 2770 രൂപ, പവൻ 22,160 രൂപ, വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Dubai Gold and Diamonds, India, UAE, Oman, Bahrain. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.